ഐറ്റുവൈ സുനിലിനെ വധിക്കുവാൻ കേക്കച്ചൻ വക കൊട്ടേഷനും കള്ളക്കേസും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 55 ദിവസമായി കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ, വരുന്ന തവണയും ഭരണം കിട്ടാതിരിക്കുവാൻ പ്രയത്നിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒതുക്കി പാർട്ടിയെ ക്ഷയിപ്പിക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേക്കച്ചൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന വി ഡി സതീശനെ കുറിച്ച് ഞങ്ങൾ തെളിവുകൾ നിരത്തി സത്യസന്ധമായ വാർത്തകൾ ചെയ്തു വരികയാണ്. അത് വി ഡി സതീശനോട് വ്യക്തിവൈരാഗ്യമുള്ളതുകൊണ്ടോ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയോ അല്ല ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിവുള്ള കാര്യമാണല്ലോ. ഞങ്ങൾ നൽകിയ വാർത്തകളിലെ ഓരോ വാക്കിനും ഞങ്ങൾ മറുപടി പറയുവാൻ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും ഒളിച്ചോടുകയില്ല, ഒഴിയുകയുമില്ല. ഓരോ വാർത്തയും തെളിവുകളുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. കേക്കച്ചൻ്റെ ബോധ്യവും നിലപാടും പോലെയല്ല ഐറ്റുവൈ ന്യൂസിൻ്റെ നിലപാട്. കേട്ടോ, കേക്കച്ചനെ 47 വർഷത്തിലധികമായി എടുത്തറിയാവുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വോട്ടറും മുൻ എറണാകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന PS രാജേന്ദ്രപ്രസാദ്, മുൻ AICC അംഗവും നിരവധി ഉന്നത പദവികൾ വഹിച്ചിരുന്ന വനിതാ നേതാവുമായിരുന്ന സിമി റോസ്ബൽ ജോൺ എന്നിവരുമായുള്ള അഭിമുഖവും ലോകമെമ്പാടുമുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെ പ്രതികരണങ്ങളുമാണ് ഞങ്ങൾ കഴിഞ്ഞ 55 ദിവസങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ തുടരുവാൻ അനുവദിച്ചാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ജനങ്ങളുടെ മുന്നറിയിപ്പ് ഐറ്റുവൈ ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് സെഗ്മെന്റിലൂടെ പുറത്തു വന്നത് AICC കാര്യമായി എടുത്തു. കേക്കച്ചൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു. അത് കയ്യിലിരിപ്പ് കൊണ്ട്. ഞങ്ങളോട് രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം? സതീശൻ പണ്ട് പറവൂരിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തി മുങ്ങിയ ഒരു തീവട്ടിയാണെന്നും സതീശന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശന്റെ ഭാര്യയെ ലൈംഗികമായി വർഷങ്ങളോളം ഉപയോഗിച്ച വിവരവും അവരൊടുവിൽ സതീശനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതുമെല്ലാം നാട്ടുകാർ ഐറ്റുവൈ ന്യൂസിലൂടെ ഞെട്ടലോടെയാണ് കേട്ടത്. സതീശന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ല, ശതകോടികളുടെ പുനർജനി തട്ടിപ്പ്, AICC മിൻമടിയിൽ കൊടുത്തുവിട്ട കോടികൾ മുഖ്യ കഥ, സെക്സ് റാക്കറ്റുകാരൻ ബദറു കൈതപ്പോയിലിനെ തപ്പി ദുബൈയിൽ പോയ വിവരം, കന്റോൺമെന്റ് ഹൗസിൽ കുടുംബത്തെ അടുപ്പിക്കാതെ നടത്തുന്ന കേക്ക് മുറിക്കൽ, അപ്പാപ്പം ശാപ്പിടൽ എല്ലാം ഇവർ വെളിപ്പെടുത്തുന്നത് കേട്ട് ഇവനാണോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് ജനങ്ങൾ മൂക്കത്ത് കൈവച്ച് ചോദിച്ചു. PR ടീമിനെ വെച്ച് കേക്കച്ചൻ നടത്തുന്ന നാടകങ്ങളും ഞങ്ങൾ പുറത്തുവിട്ടു. പറവൂരിലെ CPM നേതാവ് ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം നടത്തിയത് വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ PR മാനേജരായിരുന്ന K ഗോപാലകൃഷ്ണനായിരുന്നു. ഒളിവിലായിരുന്ന അയാൾ ഇപ്പോൾ അറസ്റ്റിലായി. അതിലെല്ലാം ഉപരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അപവാദ പ്രചരണം നടത്തുവാൻ ഇറങ്ങിയ യുവതി കേക്കച്ചന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു. രാജു വഴിയാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയത് എന്ന് കോൺഗ്രസ് വിട്ട മുൻ മണ്ഡലം സെക്രട്ടറി അഖിൽ രാജ് വെളിപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഇതൊക്കെ എങ്ങനെയാണ് വ്യക്തിഹത്യയാകുന്നത്? AICCയും കാര്യങ്ങൾ ഗൗരവമായി എടുത്തു. നാട്ടുകാരും ഇയാളുടെ തനി സ്വരൂപം മനസ്സിലാക്കിയതോടെ കേക്കച്ചൻ്റെ സമനില തെറ്റി. ഇയാൾ പലരെയും വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നെ ഭീഷണിപ്പെടുത്തി ചീത്ത വിളിച്ചു. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ പറവൂരിലെ കേക്കച്ചൻ്റെ പഴയ കൂട്ടുകാരിയെ കൊണ്ട് ഇന്നലെ രാത്രി 9:52 എന്നെ ഫോൺ വിളിച്ചു. ഫോൺ എടുത്തപ്പോൾ ആദ്യം രാജേന്ദ്രപ്രസാദിനെ ചീത്ത വിളിച്ചു, പിന്നെ എന്നെ ചീത്തവിളിയും ഭീഷണിയും ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും സഹികേട്ട് നന്നായി പറഞ്ഞു. പിന്നീട് രാത്രി തെരുതരെ എന്നെ വിളിച്ചെങ്കിലും ഞാൻ ഫോൺ എടുത്തില്ല. ആ ഫോൺ സംഭാഷണം നൽകുവാൻ നിവൃത്തിയില്ല, കാരണം അത്ര മോശമായ ഭാഷയിലാണ് സംസാരിച്ചത്. ആരാണ് ഇവർ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ ലഭിച്ചത്. ഇവർ അറിയപ്പെടുന്നത് പറവൂർ ജയന്തി എന്ന പേരിലാണ്. സതീശനുമായി കഴിഞ്ഞ 20-ൽ പരം വർഷങ്ങളായുള്ള ആത്മബന്ധമുണ്ട്. കന്റോൺമെന്റ് ഹൗസിലേക്ക് സതീശൻ താമസം മാറിയതിൽ പിന്നെ സ്ഥിരമായി കാണുന്നില്ല എന്ന് മാത്രം. പറവൂർ ചേന്ദമംഗലം സ്വദേശി കുന്നുകാട്ടിൽ ജയന്തി എന്ന 48-കാരി പലത് കെട്ടി, അതെല്ലാം പൊട്ടി. പറവൂർ വടക്കേക്കര പോലീസ് സ്റ്റേഷനുകളിലായി 9-ൽ പരം ക്രിമിനൽ കേസുകളിൽ പ്രതി. 1082/2022, 960/2022, 613/2023, 591/2023 ഇതൊക്കെ പറവൂർ ജയന്തിയുടെ പേരിലുള്ള ചില കേസുകൾ മാത്രം. അട്ടക്കുളങ്ങര ജയിലിൽ കിടന്നപ്പോൾ പോലീസുകാർ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ഇവർ പോലീസിനെതിരെ കേസ് കൊടുത്തു.
സ്റ്റേഷനിൽ ഇവളെ വിളിപ്പിച്ചാൽ പോലീസുകാർ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അവർക്കെതിരെയും കേസ് കൊടുക്കുന്ന ചരിത്രമുള്ളവൾ. വിശ്വംഭരൻ എന്ന പോലീസ് ഓഫീസറെ ജാതിയുമായി അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ പറവൂർ ജയന്തി ജയിലിലായിരുന്നു. പറവൂരിൽ ചന്ദ്രൻ എന്നയാളുടെ വീട്ടിൽ കയറി കൊലപാതക ശ്രമം നടത്തുകയും ലക്ഷങ്ങളുടെ വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത കേസിൽ 591/2023 ക്രൈം നമ്പറായി ജയന്തിയുടെ പേരിൽ കേസുണ്ട്. എന്നെ വധിക്കുവാൻ കേക്കച്ചൻ കൊട്ടേഷൻ കൊടുത്ത ആളുകളാണ് പറവൂർ ജയന്തിയെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. എൻ്റെ സ്വഭാവം അനുസരിച്ച് എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് തെളിവുണ്ടാക്കുകയും ഇത് ചോദ്യം ചെയ്യാനായി ഗുണ്ടകളെ അയക്കുകയും എന്നെ വധിക്കുകയും, കാരണം ജയന്തിയുമായി ഞാൻ ഉടക്കിയതിനെ തുടർന്നുള്ള പകയാണ് എന്നെ വകവരുത്തുവാനുള്ള ശ്രമത്തിൻ്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് ഇവരുടെ സംഘത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. സമീർ റോസ്ബെല്ലിനെയും രാജേന്ദ്രപ്രസാദിനെയും എന്നെയും തീർക്കുമെന്ന് വി.ഡി. സതീശൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ഒരാളോട് പറഞ്ഞതായി തെളിവുണ്ട്. ഇതുകൊണ്ടും കലിപ്പ് തീരാതെ കേക്കച്ചൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ നേരിട്ട് പരാതി നൽകി. അതിൻ പ്രകാരം എനിക്കെതിരെ 1700/2025 ക്രൈം നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. BNS 192, 356 വകുപ്പുകൾ പ്രകാരം കലാപശ്രമം, വ്യക്തിഹത്യ വകുപ്പുകളിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRന്റെ ഉള്ളടക്കം ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. പ്രതിക്ക് ദൃശ്യമാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ആവലാതിക്കാരൻ്റെ ഖ്യാതിക്ക് ഹാനി വരുത്തി ആവലാതിക്കാരനെ അപകീർത്തിപ്പെടുത്തണമെന്നും പ്രകോപനമുണ്ടാക്കി ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതി ITV ന്യൂസ് ചാനലിൽ കൂടി 2025 ഓഗസ്റ്റ് മുതൽ 2025 ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ആവലാതിക്കാരനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകളും മറ്റും യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ചും ആൾക്കാരോട് ആവലാതിക്കാരനെതിരെ മുട്ടയെറിയുവാനുള്ള ആഹ്വാനം നടത്തി വീഡിയോകൾ പ്രചരിപ്പിച്ച് ലഹളയുണ്ടാക്കുവാനുള്ള പ്രകോപനമുണ്ടാക്കി പ്രതി മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത വി.ഡി. സതീശ, എനിക്ക് തന്നോട് ചോദിക്കുവാനുള്ളത്, തന്നെ 47 വർഷമായി അടുത്തറിയാവുന്ന തൻ്റെ മുൻ സഹപ്രവർത്തകർ തെളിവുകളുടെയും അവരുടെ ഉത്തമ ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയ സത്യങ്ങൾ എങ്ങനെ അപകീർത്തിപ്പെടുത്തലാകും? പഴയ കീറിപ്പറഞ്ഞ നിക്കറുമിട്ട് വ്യഭിചാരത്തിന് ചെന്നു എന്ന താരകേശൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തലിനെതിരെ താങ്കൾ എന്തുകൊണ്ട് ഇതുവരെ ഒരു നിയമ നടപടി സ്വീകരിച്ചില്ല? തൻ്റെ തട്ടിപ്പുകളുടെ തെളിവുകൾ കൈവശമുള്ള തന്നെ നന്നായി അറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ കൊടുത്താൽ അതെങ്ങനെ കലാപ ആഹ്വാനമാകും? പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ മാനിച്ചായിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രഷറിന്റെ പുറത്തായിരിക്കും ആ പോലീസ് ഉദ്യോഗസ്ഥർ തൻ്റെ പരാതിയിന്മേൽ കലാപാഹ്വാന വകുപ്പുകൾ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ കളങ്കിതനായ നേതാവിനോട് രാജിവെച്ച് വീട്ടിൽ പോകണടാ എന്ന് പറയുന്നത് എങ്ങനെ കലാപാഹ്വാനമാകും? താനും LLB ഒക്കെ പഠിച്ചതല്ലേ? മിടുക്കന്മാരായ നിയമമറിയാവുന്ന വക്കീലന്മാർ ഞങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകും. ഇനി സത്യം പറഞ്ഞു എന്ന തെറ്റിന് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ മലര എന്ന പാട്ടും പാടി ഞാൻ കയ്യും വീശി പോകും, യാതൊരു വിഷമവുമില്ലാതെ. ഊച്ചാളി പീസ് പണി കാണിക്കുവാൻ താങ്കൾക്ക് പറവൂർ ശാന്തിയുടെ സഹായം ഒരുപക്ഷെ വേണമായിരിക്കാം. എന്നാൽ എനിക്ക് തന്നെ കാണുവാൻ, ചെറിയ ആവലാതി ബോധിപ്പിക്കുവാൻ ആരുടെയും സഹായം വേണ്ട എന്ന് ദയവായി മനസ്സിലാക്കുക. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ കടമയാണ് ഞാൻ നിർവഹിക്കുന്നത്. നിന്റെ കപടതകൾ കണ്ട് പ്രതികരിക്കുവാൻ മാർഗമില്ലാതെ അക്രമ മാർഗത്തിലേക്ക് പോകുവാൻ വെമ്പി നിൽക്കുന്ന ജനങ്ങൾക്ക് പ്രതികരിക്കുവാൻ ITV ന്യൂസിലൂടെ അവസരം കൊടുക്കുമ്പോൾ ഒരു പ്രഷർ കുക്കറിന്റെ വാൽവ് പോലെയാണ് ഞങ്ങൾ വർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നീ യാതൊരു തെളിവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അപമാനിച്ചു, പുറത്താക്കി. കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണപ്പാളികൾ കോടീശ്വരന് വിറ്റു എന്ന് നീ വിളിച്ചു പറഞ്ഞു. നീ അത് കണ്ടായിരുന്നോ? അതോ നിന്റെ കുഞ്ഞമ്മ വന്ന് പറഞ്ഞു? അപ്പോൾ നിനക്കെന്തുമാകാം, വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാം. അത് പറവൂർ ശാന്തിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. ഒരു പൊതുപ്രവർത്തകൻ, പ്രതിപക്ഷ നേതാവ് വിമർശനത്തിന് അതീതനല്ല. വിമർശനം വേദനിപ്പിക്കുന്നുവെങ്കിൽ ഈ പണി നിർത്തി പഴയ ആ മണി ചെയിൻ പരിപാടിക്ക് പോവുക. സതീശൻ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തതും സതീശൻ്റെ കൂട്ടുകാരി പറവൂർ ജയന്തിയെ ഇറക്കി എനിക്ക് വധഭീഷണി മുഴക്കിയതും എന്നെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിലടയ്ക്കുവാൻ ശ്രമിക്കുന്നതും എന്നെ ഏത് നിമിഷവും വധിക്കുവാനുള്ള സാധ്യതകളും കാണിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞു. മിഷൻ 250 ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിരിക്കും. ജനങ്ങൾ നിങ്ങൾക്കുള്ള മറുപടിയും നൽകിയിരിക്കും. കള്ളക്കേസും കൊട്ടേഷനും കൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കില്ല സതീശ.
സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. മിഷൻ ഹാസ് ടു ഗോ ഓൺ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.